അതുല്യയുടെ മരണം ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. അതിന് കാരണമായത് അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഞാനത് ഇവിടെ കുറച്ച് ഭാഗം കേൾപ്പിക്കാം. അന്നേരം നമ്മുടെ വക്കീൽ പിന്നെ പിറ്റേന്ന് എന്നെ അവിടെ വെച്ച് കോടതിയിൽ നിന്ന് മാറ്റി നിർത്തി ഒപ്പിട്ട് കഴിഞ്ഞ് അമ്മയെ പിന്നെ അതുല്യയുടെ അമ്മയെ ഇനി കേസ് ഒത്തുതീർപ്പാക്കി അവർ രണ്ടുപേരുടെ കൗൺസിലറുടെ അമ്മയെ ഒപ്പിട്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് അവർ രണ്ടുപേരുടെ രമ്യതയിലാന്നും പറഞ്ഞ് ഇനി വഴക്കൊന്നും അതുല്യ സതീഷിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് അതുകൊണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കേസ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇതിനെ ചൊല്ലി എന്തെങ്കിലും ഇനി ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെ ഈ കേസ് അവിടെ കിടപ്പുണ്ടല്ലോ. അന്നേരം അമ്മ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ആ കേസ് വിലക്കുമെന്ന് പറഞ്ഞു. ഇനി വിലക്കാൻ എൻ്റെ മോളങ്ങ് പോയില്ലേ, നമ്മളിനി എന്തോ കേസ് കൊടുക്കാൻ. സംശയരോഗമുണ്ട്. എൻ്റെ കുഞ്ഞ് ഒരു പെൺപിള്ളാരോട് പോലും ഫോൺ വിളിച്ച് കൂട്ടുകാർ പെൺപിള്ളാരൊക്കെ വിളിക്കും, ഒരുപാട് കൂട്ടുകാരും ഉണ്ടാവും. അവർക്ക് ആരുമായിട്ട് ഒരു വിരോധവുമില്ല. കൂട്ടുകാർ വിളിക്കുമ്പം അവരതിന് സംശയം എന്തോ കുഞ്ഞിനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവളുമാർ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും, വഴി തെറ്റിക്കുമെന്ന്. അതുകൊണ്ട് ചില കൂട്ടുകാരോടൊന്നും മിണ്ടാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ കാണാൻ മിണ്ടാനൊക്കെ ഒരു തവണ വിളിച്ച് ഈ പാർവതി എന്ന് പറയുന്ന ഒരു കൊച്ച് CRP കരഞ്ഞ ഇതിൽ പറഞ്ഞില്ലയോ, ആ കൊച്ച് വിളിച്ചപ്പോൾ ഫോൺ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. 23 മകള് മരിച്ചു. ചാനൽ മുഴുക്ക ഇരുന്ന് കാണുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എവിടെയാണ്, എന്താണ്, എല്ലാ സംഗതി ഇരുന്ന് കാണുന്നുണ്ട്. ഈ അമ്മയ്ക്ക് ലവലേശം കുറ്റബോധമോ വേദനയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത്. ഇവർ പറഞ്ഞ കഥകളിൽ കൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഫസ്റ്റ് തിങ്, 17 വയസ്സുള്ള മകൾ താലപ്പൊലി എടുക്കുന്നിടത്ത് വെച്ചിട്ട് അവൻ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹമാകുന്നു, അവൻ പുറകെ നടന്ന് അവളെ പ്രേമിക്കുന്നു എന്നാണ് പറയുന്നത്. 17 വയസ്സുള്ള കുട്ടിയെ വിവാഹം ആലോചിച്ച ഇടത്ത് തന്നെ, അവന് വയസ്സറിയത്തില്ല, കാണുമ്പോൾ അത്യാവശ്യം തഴക്കോ മുഴക്കോ ഒക്കെ ഉള്ളത് കൊണ്ട് വയസ്സ് തോന്നിക്കില്ലായിരുന്നു. 17 വയസ്സല്ല, 10-23 വയസ്സ് തോന്നിക്കുമായിരുന്നു. അമ്മ തന്നെ അവകാശപ്പെടുന്നു. പിന്നെ അവിടുന്നാണ് പ്രപ്പോസൽ വന്നതെന്ന് പറയുന്നു. അപ്പുറത്തൊരമ്മയുണ്ട്. ആ അമ്മ പറയണത് ഇവിടുന്നല്ല അവിടുന്നാണ് പ്രപ്പോസൽ വന്നത്. രണ്ടിടത്തുനിന്നും പ്രപ്പോസൽ വന്നു. വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറച്ച് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. മാത്രവുമല്ല കമ്മ്യൂണിറ്റി ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നായർ സമുദായം, ഇവർ ഈഴവ കമ്മ്യൂണിറ്റി എന്നാണ് എനിക്ക് മനസ്സിലായത്. തെറ്റാണെങ്കിൽ തിരുത്താം. ഏതായാലും രണ്ടുപേരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 45 പവൻ ഇവരങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, അവർ ചോദിച്ചിട്ടില്ല, നോ ഡിമാൻഡ്. പിന്നെ ഒരു ബൈക്ക് വാങ്ങിക്കാനായിട്ട് ഇച്ചിരി പൈസ എവിടെ നിന്നൊക്കെ സ്വരൂ കൂട്ടിക്കൊണ്ട് കൊടുക്കുന്നു, അവൻ വാങ്ങിച്ചിട്ടില്ല. പിന്നീട് ആ പൈസ കൊടുത്തു, വാങ്ങി, ബൈക്ക് വാങ്ങി എന്നൊക്കെയാണ് അറിയുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഫിനാൻഷ്യൽ ഇടപാട് സ്ത്രീധനം എന്ന രീതിയിൽ ഒരു എമൗണ്ട് നടന്നിരിക്കുന്നു. അവനത് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് അവരുടെ വർത്തമാനത്തിൽ നിന്ന് തെളിയുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരൊറ്റ പോഷൻ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയണമെന്ന് തോന്നിയത്. ആ പയ്യൻ്റെ ഭാഗത്തുള്ള ചില ന്യായങ്ങൾ ഇപ്പോൾ അവൻ ചെയ്ത ന്യായമാണെന്നോ, അവളെ തല്ലിയത് ന്യായമാണെന്നോ, അവളെ കൊല്ല ചെയ്ത ന്യായമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ന്യായമുണ്ട്. ഒരു മനുഷ്യനെ സൈക്കോ ആക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാതെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വന്ന് ചേക്കേറുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്നത് കണക്കോ നമ്മൾ ടോളറേറ്റ് ചെയ്യുന്ന കണക്കോ ആണുങ്ങൾ ടോളറേറ്റ് ചെയ്യത്തില്ല. അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വേണം, പക്ഷെ അതങ്ങനെ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ അങ്ങനെ തന്നെയാണ്. മേൽക്കോയ്മ ഉള്ള ഒരു വ്യവസ്ഥയിൽ പെണ്ണുങ്ങൾ ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് കുത്തുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക് അവൻ സൈക്കോ ആവും. അവൻ്റെ കുടുംബത്തിലും നിങ്ങളുടെ കുടുംബത്തിലും തുല്യ പരിഗണനയോടെ നിർത്തുക. ഇത്ര ദിവസം അവിടെ, ഇത്ര ദിവസം ഇവിടെ അവിടെ, അല്ലെങ്കിൽ തനിച്ചൊരു വീട്ടിൽ എന്നല്ലാതെ ഒരിടത്തേക്ക് മാത്രം നിങ്ങൾ ചാഞ്ഞ് നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണിത്. ഇത്രയും സൈക്കോതരം അവൻ കാണിക്കുന്നത് അവൻ്റെ വീട്ടിലായിരുന്ന ആ കുടുംബത്തിൽ ഒന്നടങ്കം എല്ലാം ജയിലിൽ പോകും. ആ ബോധമുള്ളത് കൊണ്ട് തന്നെ ആ അമ്മ വിലക്കും. ഞാൻ ആ അമ്മയുടെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു. ഈ അമ്മയേക്കാൾ ഇരുന്ന് പൊട്ടി കരയുന്നത് ആ അമ്മയാണ്. സങ്കടം സഹിക്കാൻ വയ്യാതെ, മകൻ്റെ ജീവിതം നശിച്ചത് കാണാൻ വയ്യാതിരുന്ന് കരയുന്നത് അവരാണ്. ഒരു മകൾ നഷ്ടപ്പെട്ടിട്ട് കൂടെ മകളുടെ വിവാഹവും മകളെ എങ്ങനെ കണ്ടു, ചുവപ്പുടുപ്പ് തുടങ്ങി ഇത്യാദി കുൽസിതങ്ങൾ ഇരുന്ന് പറയണ ഈ അമ്മ എവിടെ നിൽക്കുന്നു, ആ അമ്മ എവിടെ നിൽക്കുന്നു. തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന പെൺകുട്ടിക്ക് പവൻ കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിലോ ഒരു പ്രശ്നമോ അവർക്കിടയിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു, ഇവരും പറയുന്നുണ്ട്. അവിടെ ഇല്ല അവൾ. വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 3 ആൺമക്കളാണ്. അതിൽ മൂത്തവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് 101 പവനും ഇട്ടുകൊണ്ട് വന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം അവരുടെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി ഇവക്ക് ഉണ്ട് എന്ന് ഇവക്കും തോന്നുന്നുണ്ട്, ഇവനും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ താളത്തിനൊത്തൊക്കെ അവൻ കൂത്ത് കളിച്ചിട്ടുമുണ്ട്.
പ്രസവിക്കാനായിട്ട് മാത്രം ഇങ്ങോട്ട് വരേണ്ട ഒരു ലെവലിൽ അത്രത്തോളം രാജകീയമായി അവിടെ ജീവിച്ചു എന്നുള്ള രീതിയിലൊക്കെ അവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രസവശേഷം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടില്ല. വീട് തനിച്ച് വെച്ചു കൊടുത്തു അമ്മ. അവർ എഴുതി കൊടുത്തു മാറി അവരിവിടെ ഒന്ന് താമസിക്കട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ അവരവിടെ താമസിച്ചില്ല. പകരം ആ വീട് വാടകയ്ക്ക് വിട്ടിട്ട് വീണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെ താമസിക്കുന്ന ഒരു രീതി വന്നു. ഇടയ്ക്ക് എപ്പോഴോ അച്ഛൻ്റെയും അമ്മയ്ക്കും പൈസ അയച്ചു കൊടുക്കുന്നത് ഇവനൊന്ന് നിർത്തിവെച്ചു. ഇത്തിരി മര്യാദ പഠിപ്പിക്കാനായിരിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 17 വയസ്സിൽ എൻഗേജ് ചെയ്ത, 18 വയസ്സിൽ വിവാഹം കഴിച്ച അവളെ അവൻ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ആള് അത്ര കുഴപ്പക്കാരനാണോന്ന് എനിക്ക് ഭാഗമില്ല. എനിക്ക് മനസ്സിലായ കാര്യം പറയണം. മാത്രമല്ല അമ്മയുടെ ഒരു കുലീനത്തൊക്കെ വെച്ച് നോക്കുമ്പം വളരെ ബുദ്ധിമുട്ടൊന്നും ഇവൾ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഇത്രയും ദിവസം നീണ്ടു പോകത്തില്ല. പൈസ മാത്രമായിരുന്നു ഈ പെണ്ണ് വീട്ടുകാരുടെ ഉദ്ദേശ ലക്ഷ്യം. 45 പവൻ ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത്. അവൻ അതൊന്നും എടുത്തിട്ടുമില്ല, അതൊക്കെ അവിടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് സ്ത്രീ പറയുന്നതിന്. കേസ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. എന്തിനാ കേസ് കൊടുത്തതെന്ന് അതും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ചെലവിന് കൊടുക്കാതായി, അവൻ ഫോൺ വിളിക്കാതെ ദേഷ്യത്തിൽ ചെലവിന് കൊടുക്കാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ കൊണ്ടുപോയി ഡിവോഴ്സിന് കൊടുത്തത്. അതായത് മകൾക്ക് ഇടികൊണ്ടതിന് അവർക്ക് ഡിവോഴ്സ് ഇല്ല, മകളെ സംശയിക്കുന്നതിന് ഡിവോഴ്സ് ഇല്ല, മകളെ ഏത് രീതിയിൽ മെൻ്റലി ഹറാസ് ചെയ്യുന്നതിനും അവർക്ക് ഡിവോഴ്സ് ഇല്ല. പക്ഷേ പൈസ കൊടുക്കാതിരുന്നാൽ ഡിവോഴ്സിന് പോകണം എന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുന്നത്. മുഴുക്ക ഈ അച്ഛനും അമ്മയും പണത്തിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നവരാണ്. ഇപ്പോൾ അവരുടെ ഈ നഷ്ടബോധം തന്നെ ഏണിംഗ് മെമ്പർ ആകേണ്ടിയിരുന്ന മകൾ മരിച്ചുപോയി എന്നുള്ളതാണ്. അല്ലാതെ സ്വന്തം മകൾ മരിച്ചതിൻ്റെ വേദനയൊന്നും എനിക്ക് കാണുന്നില്ല. അവരുടെ മകളുടെ മകളെ അവർ കൈവശപ്പെടുത്തിയിരുന്നു. ഇവൻ്റെ ചില കൂത്താട്ടങ്ങളൊക്കെ കണ്ട് ആ കുട്ടി ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വിടുന്നില്ല എന്ന തീരുമാനം ഇവരാണ് എടുക്കുന്നത്. കുട്ടിക്ക് തുല്യ അവകാശമില്ലേ, അച്ഛൻ്റെ അമ്മയ്ക്ക് കാണണ്ടേ, അങ്ങോട്ട് കൊണ്ടുപോകാറില്ല, കാണിക്കാറില്ല, അവരുമായി യാതൊരു ബന്ധവുമില്ല. എന്താ അയിത്താണോ? മിക്ക വിവാഹങ്ങൾക്ക് ശേഷം പെണ്ണുങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഇവൻ മാനത്തുനിന്ന് പൊട്ടി വീണ സാധന, കല്യാണം കഴിഞ്ഞ ഉടനെ ഇവനെ എൻ്റെ തോളിലെടുത്ത് വെച്ചേരെ, നീ വേറെ ആർക്കും കൊടുക്കണ്ട എന്ന്. അല്ല, അതിനു മുമ്പ് ചില ബന്ധങ്ങൾ അവനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്. പിന്നെ ഇവൾക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നം, എൻ്റെ അസംഷനാണ്, കറക്റ്റാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, ഒരു വേർതിരിവ്. അത് ചില ഇടങ്ങളിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെനിക്ക് അങ്ങനെ മനസ്സിലായത്. മൂത്ത സഹോദരൻ്റെ വൈഫ് കൊണ്ടുവന്ന സ്വർണം, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ, അതും നമ്മുടേതും കൂടെ ഒക്കെ വെച്ചൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. ആ കമ്പാരിസണൊക്കെ അവിടെ നടന്നിട്ടുണ്ടാകും. ഇവർ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണ്. നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി എന്നതിനപ്പുറം പ്രത്യേകിച്ച് ക്വാളിറ്റിയോ ഒരു ഇതോ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവത്തില്ല. അതിൻ്റെ ഒരു വേർതിരിവ് ആ വീട്ടിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരത്തി അവിടെ തീരെ നിൽക്കാതെ സ്വന്തം വീട്ടിലേക്ക് വന്നത്. ആയിക്കോട്ടെ, സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് തെറ്റൊന്നുമില്ല, നല്ലതല്ലേ. സ്വന്തം വീട്ടിൽ നിൽക്കുക തന്നെയാണ് നല്ലത്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് നിൽക്കുക തന്നെയാണ് നല്ലത്. പക്ഷേ അവനെ ഇൻസൾട്ട് ചെയ്യാൻ ഇട്ട് കൊടുക്കരുതായിരുന്നു. അവനിങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവനെ പരിഹരിക്കാൻ, അവനെയും അവൻ്റെ വീട്ടുകാരെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടൊരു മുന്നോട്ടൊരു നയം നടത്തണം. പക്ഷെ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ആ പെൺകുട്ടി ചെറിയ വയസ്സിൽ തന്നെ വിവാഹിതയായി. എന്താണ് ജീവിതം, ചുറ്റും എന്താ നടക്കുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല. കറവ പശുവാക്കാൻ ആ തൗപ്പൻ ശ്രമിച്ചിട്ടുണ്ട്. പൈസ കൊടുക്കുന്ന ദേഷ്യം, അമ്മയ്ക്കും അച്ഛനെയും പൈസ കൊടുപ്പിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുത. അവിടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മൂത്ത ജ്യേഷ്ഠൻ മരണപ്പെടുമ്പോൾ പോലും അവിടെ പോകുന്നതിനോ അല്ലെങ്കിൽ അവിടെ പോയി അവർക്കൊപ്പം നിന്ന് അവരെ സമാധാനിപ്പിക്കാനോ അവളോ അവളുടെ വീട്ടുകാരോ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ കടുത്ത ശത്രുത വരാനും മാത്രം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ മകനെ വിവാഹം കഴിച്ചു കൊടുത്തതോടുകൂടി അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനും സ്വസ്ഥതയുമാണ് എന്ന് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ആകെ മൊത്തത്തിൽ കുഴപ്പം മുഴുക്ക ഇപ്പുറത്തെ സൈഡിൽ നിന്നോട്ട് അവനെ തെറി പറയുന്നു. ശരിയാണ്, അവൻ്റെ ജോലി പോകണം. കാരണം മദ്യം വെച്ചിട്ട് വന്ന് ഡാൻസും കൂത്തും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജോലി പോകുക തന്നെ വേണം, കുറച്ച് ദിവസം പഠിക്കുക തന്നെ വേണം. പക്ഷെ മുഴുക്ക അവൻ്റെ തലയിൽ കുറ്റം വയ്ക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പ് തോന്നി. ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷമാണ്, അതുവരെ ഉണ്ടായിരുന്നില്ല. വിഭജികയുടെ വിഷയം വേറെയാണ്. ആ പെൺകുട്ടി അനുഭവിച്ച ഹാറാസ്മെൻറ്റ് അത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇവളുടെ സഹോദരി എവിടെയുണ്ട്, അവൻ്റെ സഹോദരൻ എവിടെയുണ്ട്, സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആളുകളില്ലാത്തൊരവസ്ഥയില്ല. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. വിഭജിക അങ്ങനെയല്ല, ഒറ്റയ്ക്കായിരുന്നു, തനിച്ചായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്ന അമ്മ വിവാഹമോചനം നടത്തിയ സ്ത്രീ ആയതുകൊണ്ട് മകൾ അമ്മയുടെ പാത തിരഞ്ഞെടുത്തു എന്ന് പറയും എന്നുള്ള ഭയം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ആ പെൺകുട്ടി അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നില്ല. പക്ഷേ ഇവക്ക് അങ്ങനെ യാതൊരു പ്രോബ്ലവും ഇല്ലായിരുന്നു. പിന്നെ എന്താണ് ഇവിടെ വില്ലനായത്? ഒരാളെ അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ പറ്റുന്നില്ല, നിങ്ങൾക്ക് അവിടെ ഐക്യപ്പെട്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ, ആണുമതെ പെണ്ണുമതെ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ നമ്മൾ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾ സർവ്വതും ഉപേക്ഷിച്ചാണ് വരുന്നത്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരെയും അവിടെ വിട്ടിട്ടാണ് വരുന്നത്. അവരൊക്കെ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും അതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ആ ബന്ധം ഫ്ലോപ്പാണ്. പിന്നെ അതൊരു കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ്. എങ്ങനെയും ഇതങ്ങ് എത്തിക്കണം കുട്ടികൾക്ക് വേണ്ടി, അതിനു വേണ്ടി, ഇതിനു വേണ്ടി എന്നുള്ളതാണ്. തിരിച്ച് ആണുങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ സെയിം തിങ്.
ആ അമ്മ കൊടുക്കുന്ന സ്നേഹം നീ കൊടുക്കണം, ആ അമ്മ കൊടുക്കുന്ന പരിഗണന നീ കൊടുക്കണം, അവൻ്റെ ബന്ധുക്കൾ കൊടുക്കുന്ന പരിഗണനയും സ്നേഹവും കരുതലും നീ കൊടുക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ കൂട്ടിയിട്ട് വരരുത്. കൊണ്ടുവന്നിട്ട് പൈസ മാത്രം വാങ്ങിച്ചെടുക്കുന്ന ഒരു കറോ പശു മാത്രമാക്കി അവനെ വെച്ചത് കൊണ്ടാണ് അവനിങ്ങനെ ആയത്. ഇടയ്ക്കിടയ്ക്ക് അവളെ വിവാഹമോചനം എന്ന് പറയുമ്പോഴാണ് അവന് സംശയം തോന്നി തുടങ്ങിയത്. എന്നെ ഉപേക്ഷിക്കുകയാണോ, വേറെ ആരുടെയെങ്കിലും കൂടെ അവൾക്കുണ്ടോ? കാരണം കാണാൻ ഭംഗിയുള്ള കുട്ടിയാണേ, അതിനെ ആര് വേണമെങ്കിലും ചൂസ് ചെയ്യും. എല്ലാവരും അത് തന്നെയല്ലേ ഒരുപാട് വിഷമത്തോടെ, എത്ര ഭംഗിയുള്ള പഠിത്തമുള്ള നല്ല കുട്ടി അതിനെങ്ങനെ ആയല്ലോ എന്ന്. ചിലതൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, പലരും അത് പുറത്തേക്ക് പറയത്തില്ല. ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വിഷയത്തിൽ അവൻ്റെ ഭാഗത്ത് ചില ശരികളുണ്ട്, ചില ശരികളേ ഉള്ളൂ, മുഴുവനല്ല, ചില ശരികളുണ്ട്, അത് പറയണമെന്ന് തോന്നി. പെണ്ണുങ്ങൾ പൂർവ്വമായി ആധിപത്യം അങ്ങനെ അങ്ങോട്ട് ആക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്, ഒന്ന് ഓർത്തുകൊള്ളുക. അവനും അവൻ്റെ ബന്ധുക്കളും അവൻ്റെ അമ്മയും ഒക്കെ അവന് വലുത് തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ പറയത്തില്ലായിരിക്കാം, ഇല്ല അങ്ങനെയല്ല, എനിക്ക് നീ തന്നെയാണ് പ്രിയപ്പെട്ടവൾ, നീ തന്നെയാണ് വലുതെന്നൊക്കെ അവൾ പറയുമായിരിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ അവനിക്ക് ആ വെങ്ങലുണ്ടാവും. കാരണം അവൻ ജനിച്ചപ്പോഴേ നിന്നെ കണ്ടതല്ലല്ലോ, വിവാഹശേഷമല്ലേ നിന്നെ കണ്ടത്. അതിന് മുമ്പ് കണ്ടവരെയൊക്കെ നിഷേധിക്കുന്നത് തെറ്റല്ലേ? ആ തെറ്റ് അത് അടിച്ചമർത്തപ്പെടുമ്പോൾ ഈ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന അമർഷങ്ങൾ അത് ഭയങ്കര വൾഗറാണ്. അത് നാർസിസത്തിൻ്റെ മറ്റൊരു എക്സ്ട്രീം ലെവലിലേക്ക് അവനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അവനെ മനോരോഗിയാക്കിയിട്ടുണ്ടെങ്കിൽ, അവനെ സംശയരോഗിയാക്കിയിട്ടുണ്ടെങ്കിൽ, അവനെ ഒരു ക്രിമിനലാക്കിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദി ഈ അമ്മയും മകളുമാണ്. മരിച്ചുപോയ ആ പെൺകുട്ടിയും ഈ അമ്മയും തന്നെയാണ് പൂർണ്ണമായും. ഇപ്പോഴും ചെലവിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, ചെലവ്, പൈസ. മകൾ വീട്ടിൽ നിൽക്കുമ്പോൾ ചെലവിന് പൈസ വേണോ നിങ്ങൾക്ക്? നിങ്ങളുടെ മകൾ തന്നെയല്ലേ ഇത്രയും വർഷം, 18 വയസ്സ് വരെ നിങ്ങൾക്ക് വളർത്താം, 18 വയസ്സ് വരെ 3 നേരത്തെ ആഹാരം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, 45 പവൻ വരെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെയുള്ള ദിവസം മകളവിടെ നിന്നാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പണം മാത്രമാണ് അവരുടെ മോട്ടോ. ഈ തന്തയും തള്ളയും, അതായത് അയാൾ റിട്ടയർമെൻറ്റ് ലൈഫ് ലീഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് മകനും മരുമകളും അപ്പുറത്ത് കയറിയപ്പോഴാണ്. പണമാണ് ആ കുട്ടികളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇത് കളിയല്ല, കുട്ടിക്കളിയല്ല, പരസ്പരം ഇങ്ങനെ വലിയ കുത്തരുതെന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, കറക്റ്റായിട്ട് അത് ഇടപെടാൻ ആ അമ്മയെങ്കിലും അനുവദിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. ശരിയായിരിക്കാം, ചിലർക്ക് ഇത് അക്സെപ്റ്റബിൾ ആവത്തില്ല, പെൺകുട്ടിയെ പറയണമെന്ന് തോന്നാം. മരണം കൊണ്ട് ആരും ഭയങ്കരമായ സംഭവമാവുകയില്ല. അവനെ ഭയപ്പെടുത്താൻ, അവനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് കയറി തൂങ്ങിയത്. വീട് പൂട്ടുന്ന കാര്യം ഗൾഫിലുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സെക്യൂരിറ്റി റീസൺ കൊണ്ട് പലരും പൂട്ടിയിട്ട് പോകും. ചിലപ്പോൾ എഴുന്നേക്കാൻ വൈകിയോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒക്കെ ആവുകയാണെങ്കിൽ പുറത്തു വന്ന് നിൽക്കുന്നവർ ബുദ്ധിമുട്ടാതിരിക്കാനും പൂട്ടിയിട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. മുമ്പൊക്കെ ഞങ്ങളും ഒക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ അവൻ്റെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നാണെങ്കിൽ, അല്ലെങ്കിൽ അവനങ്ങനെ ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ, ആ സംശയം അതിൻ്റെ എക്സ്ട്രീം ലെവലാണെങ്കിൽ ഇവൾ ഒരു കൂട്ടുകാരെയും വിളിക്കത്തില്ല, ഇവൾക്ക് ഫോൺ പോലും അവൻ കൊടുക്കത്തില്ല. ചില കൺസെഷൻസ് അവനുണ്ടായിരുന്നു. അതായത് പൂർണ്ണമായും ഒരു മനോരോഗി അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അവൻ ക്രിമിനൽ അല്ല എന്നുള്ളതല്ല. ഹാളും 2 റൂമും ആയിട്ടുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട്, അല്ല ഒരു റൂമിൽ അവർ ഒതുങ്ങി മറ്റേ റൂം മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവിടെ ആളുണ്ടാവുമല്ലോ. ഇപ്പോൾ ആളില്ലാത്തത് കൊണ്ടാണല്ലോ, അതായത് ജൂൺ ജൂലൈ മാസത്തിൽ മിക്കവാറും അങ്ങനെയാണ് അവരൊക്കെ നാട്ടിലേക്ക് വരുന്നൊരു സമയം, ഹോട്ട് വെതറാണ്, ആ സമയത്ത് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും പൂർണ്ണമായും അവനൊരു ഭയങ്കര സൈക്കോ ആണെന്നോ എന്നുള്ളൊരു തോന്നലൊന്നും എനിക്ക് ഇവരുടെ കഥ കേട്ടപ്പോൾ ഇല്ല. കാരണം എത്ര ലാഘവത്തോടു കൂടിയാണ്. മകളുടെ ബോഡി ഇതുവരെയും അടക്കം ചെയ്തിട്ടില്ല, മകളുടെ ബോഡി അവിടെ ഇരിക്കുകയാണ്. ആ പ്രശ്നമൊന്ന് കെട്ടടങ്ങിയ ശേഷം വായ്ത്താളം കൊണ്ട് ഇറങ്ങിയ കൊള്ളായിരുന്നു. ഇത് നല്ലൊരു അവസരമാണ്, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കണ്ടേ. സൈക്കോകൾ ഈ അമ്മയും അച്ഛനുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അവൻ്റെ തലയിലോട്ട് പാനി കയറിയിട്ട് വല്ല കാര്യമുണ്ട്? സത്യത്തിൽ ഈ കേസിൽ അവനെതിരെ ഒരു കേസ് വരുമെന്നതിനപ്പുറം യാതൊരു രീതിയിൽ ഒരു പ്രശ്നവും അവനുണ്ടാവില്ല. ഇതിൽ നഷ്ടം, മുഴുക്ക നഷ്ടം ആ മകൾക്കാണ്. നല്ലൊരു അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കുട്ടിക്കളിയും കുതന്ത്രങ്ങളും ഇത്രയധികം രീതിയിൽ അവൻ ഹറാസ് ചെയ്യുന്നുണ്ട് ഇവർ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, അവളത് മൈൻഡ് ചെയ്യാതെ അവൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അവൾക്കത് സേഫാണെന്ന് തോന്നിയിട്ടല്ലേ. സ്വന്തം വീട്ടിലാണ്, സെക്യൂറാണ്, അവനെ അങ്ങ് ഇറക്കി വിട്ടാൽ മതി. പക്ഷെ അത് ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അവൾ അങ്ങനെ ചിന്തിച്ചില്ല? അവൾക്ക് തന്നെ അറിയാം അതിനകത്ത് ഒരു നീതിയുമില്ല. അവളെ പഠിപ്പിച്ചതവൻ, ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതവൻ. അവിടെയൊന്നും അവൻ തമാശയോ അല്ലെങ്കിൽ സംശയമോ കാണിച്ചില്ലല്ലോ. ലാസ്റ്റ് മിനിറ്റിൽ എപ്പോൾ അവനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു ജീവിതത്തിനെ പറ്റി അവൾ ചിന്തിച്ചോ, അവിടെ തൊട്ട് അവനിക്ക് സംശയം തുടങ്ങില്ലേ? സ്വാഭാവികമല്ലേ. ഇത്രയധികം ശമ്പളം വാങ്ങിക്കുന്നവൻ്റെ പോക്കറ്റ് കാലിയാത്ര. എങ്ങനെ കാലിയായി? 1 രൂപ പോലും അവൻ സേവ് ചെയ്യാതെ മുഴുക്ക അവൻ ചിലവാക്കുകയായിരുന്നു എങ്കിൽ അതാരുടെ കുഴപ്പം? എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? വീട്ടിൻ്റെ വാടകയുണ്ട്, ആ പൈസ നേരെ ഇവരുടെ അടുത്തേക്കാണ് വരുന്നത്. ആ അമ്മ 10 പൈസ വാങ്ങിക്കാറില്ല. ഏതമ്മയാണ് അങ്ങനെ വിടുക? അപ്പോൾ അവിടുന്ന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്തടത്ത് ആരെയാണ് നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്നത്? ആ കുടുംബത്തിനെയാണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മുഴുക്ക ഈ സ്ത്രീയാണ്. ഇവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇവരെയും ഇവരുടെ ഭർത്താവിനെയുമാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു തിരുത്താണ് ഇവിടെ നടത്തേണ്ടത്. ആ പെൺകുട്ടിയുടെ മരണകാരണം പൂർണ്ണമായും
അവളുടെ അമ്മയും അച്ഛനും തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. പൊങ്കാലകൾ സ്വാഗതം. എനിക്കറിയാം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ സൊസൈറ്റിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മരണങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി. നമ്മുടെ കുട്ടികളെ വിവാഹം കഴിച്ച് വിട്ടാൽ അതോടെ ഓടിച്ചു വിടരുത്. കെയർ ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 18 വയസ്സായി മെച്യൂരിറ്റി ആയി എന്നുള്ള തോന്നലൊന്നും വേണ്ട. 18 വയസ്സാകുമ്പോൾ അവർ പ്രായപൂർത്തിയായുള്ളൂ. മെച്യൂരിറ്റി ആകാൻ ഇനിയും സമയമെടുക്കും. നമ്മളെപ്പോഴും ഒരു കണ്ണുണ്ടാകണം. അതിനാണ് പേരൻസ് എന്ന് പറയുന്നത്. അത് വലിച്ചൂറ്റിയെടുത്ത് സ്വന്തം കീശ വീർപ്പിക്കാനല്ല, എനിക്കിരുന്ന് തിന്നാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ അമ്മ പറയുന്നിടത്ത് കൃത്യമാണ്. എനിക്കെൻ്റെ മക്കൾ ചിലവിനൊന്നും തരണ്ട, എനിക്ക് ജീവിക്കാൻ അറിയാം. ആ അമ്മയാണ് അമ്മ. ഇത് ഡ്യൂപ്ലിക്കേറ്റ്സ്. അവരർഹിക്കുന്ന രീതിയിലുള്ള ഒരു അധപ്പതനം. പക്ഷെ അതുകൊണ്ടൊന്നുമില്ല കേട്ടോ. ഇനി ഈ പെൺകുട്ടിയെ വെച്ച് അവർ ജീവിക്കും. ഈ പെൺകുട്ടി ഇവർക്കൊപ്പം സേഫേ അല്ല. ആ അച്ഛന്മാരെടുത്ത് ആ കുട്ടിയെ കൊണ്ടുവിടുന്നതായിരിക്കും നല്ലത്. നടക്കില്ലെന്നറിയാം, എന്നാലും ഞാൻ പറയുന്നത് ആ അച്ഛന്മാരെടുത്താണ് ആ കുട്ടി സേഫ്. ഇവർ കൊള്ളില്ല. അത് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. 35 മിനിറ്റോളം എഴുന്നേറ്റ് കൈയില്ലാത്തവൻ കൈ ഉണ്ടാക്കി വെച്ച് അടിക്കും. അത്രയ്ക്ക് വൃത്തികേടാണ് തള്ളയിരുന്ന് പറയണത്. വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളെ കണ്ട കാര്യം, മകൾ ചുവപ്പ് ഡ്രസ്സിട്ട കാര്യം, മകൾ ഭംഗിയുള്ള കാര്യം, മകളെ കണ്ടുടനെ എനിക്ക് ഇളകിയ കാര്യം, പിറകെ നടന്ന കാര്യം. ഉരുട്ടി വെള്ളം കുടിക്കാൻ തോന്നില്ല. മകൾ തന്നെയല്ലേ മരിച്ചത്? അതോ അയലത്തെ വീട്ടിലെ കുട്ടിയോ മറ്റോ ആണോ? അതോ മകൾ മരിച്ച ശേഷം 5 or 10 കൊല്ലം കഴിഞ്ഞു? എന്താണ്? താങ്ക് യു.